പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആദ്യ വെള്ളിയാഴ്ച ദിനത്തിന്റെ എല്ലാ പ്രാർത്ഥനകളും ആശംസകളും നേരുകയാണ്. ഇന്നലെ നമ്മുടെ വ്യാഴാഴ്ച ശുശ്രൂഷ ഒരു തീയായിട്ട് മാറി കേട്ടോ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് യെശയ്യാ പ്രവചനം 45:5. അവിടെ നമ്മുടെ ഒന്നാം പ്രമാണവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യമാണ് പറയുന്നത്. ഞാനല്ലാതെ മറ്റൊരു കർത്താവില്ല, ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല, നീ എന്നെ അറിയുന്നില്ലെങ്കിലും ഞാൻ നിന്റെ അരമുറുക്കും. നോക്കൂ സഹോദരങ്ങളെ, ദൈവത്തിന്റെ എത്രയോ ഒരു സ്നേഹവും കരുതലുമാണ് അല്ലെ. ഞാനല്ലാതെ മറ്റൊരു കർത്താവില്ല, ഞാനല്ലാതെ മറ്റൊരു ദൈവം. ഇഞ്ഞൊരു മക്കൾ എടാ പൊട്ടാ, നീ എന്നെ അറിയുന്നില്ലെങ്കിൽ പോലും ഞാൻ നിന്റെ അരമുറുക്കും. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മൾ ചിന്തിച്ചു നോക്കി സഹോദരങ്ങൾ. ഇപ്പോൾ 2025 24 എത്രയോ തവണ നമ്മൾ അവിശ്വസ്തരായിട്ട് പെരുമാറിയിട്ടുണ്ട് അല്ലേ. എന്നാലും കർത്താവ് നമ്മൾ അത്ഭുതകരമായി സംരക്ഷിച്ചില്ലേ, അത്ഭുതകരമായി ചേർത്ത് പിടിച്ചില്ലേ. അതാണ് പറയുന്നത്, നീ എന്നെ അറിയുന്നില്ലെങ്കിലും ഞാൻ നിന്റെ അരമുറുക്കും. നമ്മളറിയാതെ തന്നെ നമ്മെ സ്നേഹിക്കുന്ന, നമുക്കായി ദാഹിക്കുന്ന ഒരു കർത്താവാണ് നമ്മുടെ ദൈവമായിട്ടുള്ളത് എന്നുള്ളത് എത്രയോ ശ്രേഷ്ഠകരമായ കാര്യമാണ് സഹോദരങ്ങളെ. ഈ കർത്താവിനെ അറിയാനായിട്ടുള്ള ഒരു ആഗ്രഹം നമ്മളിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നാളെ പ്രത്യേകമായിട്ട് ഒരു പാരിഷ് ദത്തെടുത്തിട്ടുള്ള പ്രാർത്ഥനാ ശുശ്രൂഷകൾ എന്ന് പറയുന്നില്ല, നിങ്ങളോട് സൂചിപ്പിച്ചില്ല അല്ലേ. അതായത് ഒരു പാരിഷിനെ എടുത്ത് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ആ പാരിഷിന് വേണ്ടി തലയാഴ്ചയിൽ അവിടെ പോയി പ്രാർത്ഥിച്ചൊരുക്കി നമ്മൾ പിന്നെ ഒരു ദിവസം, അപ്പോൾ അത് ആദ്യ ശനിയാഴ്ചയാണ് ജെല്ലിപ്പാറ, അട്ടപ്പാടിയിലെ ജെല്ലിപ്പാറയിൽ കുറച്ച് മാസങ്ങൾ ആദ്യ ശനിയാഴ്ചയാണ് അവിടുത്തെ ശുശ്രൂഷ. നമ്മൾ അങ്ങനെ ഒരു ശുശ്രൂഷ ക്രമീകരിക്കുന്നുണ്ട്. നേരിട്ട് പോയിട്ടൊരു ശുശ്രൂഷ ചെയ്യല്ല, അവരെ പ്രാർത്ഥിച്ചൊരുക്കി അതിൻ്റെ ആവശ്യകതയെ പറഞ്ഞ് മനസ്സിലാക്കി ഡെലിവറൻസിൻ്റെ ഒരു പ്രത്യേക ശുശ്രൂഷയായിരിക്കും. കുറേ കാലമല്ല, കുറച്ച് നാളുകൾ അത് അച്ഛൻ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യും. അങ്ങനെ അന്ന് ദത്തെടുക്കുക എന്നാണ് പാരിഷ്. ഒരു പാരിഷ് ദത്തെടുത്ത്, അങ്ങനത്തെ ആദ്യത്തെ ദത്തെടുത്തുള്ള പാരിഷാണ് നമ്മുടെ ജെല്ലിപ്പാറ ഇടവക. ജെല്ലിപ്പാറയിലെ വൺ ഡേ ശുശ്രൂഷയാണ്. നമ്മൾ പ്രത്യേകം പ്രാർത്ഥിച്ചേക്കണം കേട്ടോ. അങ്ങനെയുള്ളൊരു വളരെ ഗൗരവമായ വിധത്തിൽ ആ ശുശ്രൂഷകളെ നമ്മൾ കണ്ടില്ലെങ്കിൽ അതെല്ലാം നമ്മുടെ ശരിക്കും കൈവിട്ടു പോകാന്ന് പറയില്ല. അങ്ങനത്തെ രീതിയിലേക്കാണ് പിശാച് ആക്രമണങ്ങൾ അയച്ചു കിടന്നത്. പ്രത്യാക്രമണത്തിന് നമുക്ക് മൂർച്ചയുണ്ടാകണം, ചൂടുണ്ടാകണം എന്നുള്ള പ്രാർത്ഥനയിൽ പ്രത്യേകം ഓർത്തേക്കണം കേട്ടോ. ഈശ്വരൻ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആശീർവദിക്കും. എപ്പോഴും എന്നേക്കും ആമേൻ.